ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഗതികെട്ട് ബിഗ് ബോസിന് വരെ ദേഷ്യം വന്ന് മത്സരാർത്ഥികൾക്ക് നേരെ ചൂടാവുകയാണ് ചെയ്തത്. ഇതെന്താ ചന്തയാണോ എന്ന് ചോദിച്ച് മത്സരാർത്ഥികളെ ചീത്ത പറയുകയും ചെയ്തു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈവിൽ ജയിൽ നോമിനേഷനാണ് നടന്നുകൊണ്ടിരുന്നത്. അൻസിബ വന്നിട്ട് പറഞ്ഞു പേര് രതീഷിൻ്റെയാണ്. രതീഷ് ഒരു വട്ടം സുരേഷിനെ പറ്റി ഗേ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു വട്ടം ഹഗ് ചെയ്തിട്ട് സുരേഷ് ഏട്ടൻ ഗേ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് രതീഷിനെതിരായിട്ട് അൻസിബ പറഞ്ഞത്. എന്നാൽ ഇത് കേട്ടതും മത്സരാർത്ഥികൾ ആകെ വയലൻ്റായി. സിജോ, ഗബ്രി, ക്യാപ്റ്റനായ അർജുൻ ഇവരെല്ലാം എണീറ്റ് നിന്ന് രതീഷിന് നേരെ നല്ല രീതിയിൽ തന്നെയാണ് ചൂടായത്. അവിടെ കൂട്ടവഴക്ക് തന്നെയായിരുന്നു. എല്ലാവരും രതീഷിനെ നേരെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ സഹി കേട്ട് ബിഗ് ബോസ് എല്ലാവരോടും അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞിട്ടും ഇവരാരും കേട്ടില്ല. വീണ്ടും അവിടെ കിടന്ന് വഴക്ക് കൂടുകയായിരുന്നു. അപ്പോൾ വീണ്ടും ബിഗ് ബോസിൻ്റെ വക ചീത്ത കേട്ട് ഇതെന്താ ചന്തയാണോ, ഇതൊരു നോമിനേഷൻ നടക്കുന്ന സ്ഥലമാണ്, നിങ്ങൾക്ക് ഷോ കാണിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് നല്ല ചീത്തയാണ് പറഞ്ഞത്. അതിനുശേഷം സിജോയോടും രതീഷിനോടും കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ബിഗ് ബോസ് ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന്. അപ്പോൾ രതീഷ് വീണ്ടും വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളുടെ ഡ്രാമ ഇവിടെ വേണ്ട, പറയാനുള്ള കാര്യം പറയാൻ പറഞ്ഞു. എന്നിട്ട് സിജോനോട് കാര്യം പറയാൻ പറഞ്ഞു. സിജോ ഉള്ള കാര്യം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോഴും രതീഷ് പറഞ്ഞു എനിക്കിനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, എനിക്കിവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകണമെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞപ്പോൾ അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, പ്രേക്ഷകർ അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കും, വോട്ടിംഗ് ഇപ്പോഴും ഓപ്പൺ തന്നെയാണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞു. എന്നിട്ട് രതീഷ് വീണ്ടും ഇതന്നെ പറയും എനിക്കിവിടെ നിൽക്കാൻ പേടിയാണ് എന്നൊക്കെ വീണ്ടും വലിച്ചു നീട്ടാൻ തുടങ്ങിയപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു രതീഷിന് ഇവിടെ നിന്ന് കൺഫെഷൻ റൂമിൽ നിന്ന് എണീറ്റ് പോകാമെന്നാണ് പറഞ്ഞത്. സിജോ പറഞ്ഞത് ഇങ്ങനെയാണ്, സുരേഷ് ഏട്ടന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം മാനസികമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അത് കാരണമാണ് ഇതിനെതിരെ ഞാൻ പ്രതികരിച്ചത് എന്ന്. പിന്നീട് ഇതിനിടയിൽ ജാൻമണി ഇടപെടുന്നുണ്ട്. ജാൻമണി പറഞ്ഞു ഇത് എൻ്റെ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞ് ജാൻമണി ഇതിലേക്ക് ഇടപെടുന്നുണ്ട്. അവസാനം പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള തീരുമാനം ഞാൻ എടുക്കാം എന്നാണ് പറഞ്ഞത്. പിന്നീട് പുറത്ത് പോയിട്ട് റോക്കിയും അർജുനും എല്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് സുരേഷിൻ്റെ ഫാമിലിയും ഇവരെല്ലാം പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, ഇങ്ങനെ ഒരു അനാവശ്യ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.